അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 221 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക യദ്ഊന ഇലൻ നാരി വല്ലാഹു യദ്ഊ ഇലൽ ജന്നah إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. ഉലൈക യദ്ഊൻ, ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. യദ്ഊന, ദാൽ ഖൽഖല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. യദ് സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫുള്ളായിട്ട് കേൾപ്പിക്കുക കേട്ടോ. യദ്ഊന ഇലന്നാർ, അയിനിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അയിനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. നൂനിന് ശ്രദ്ധ വന്നു. അക്ഷമ ഉണ്ടനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ ശ്വാസം കിട്ടാതെയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ റോക്ക് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാഹു യദ്ഊ, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹയാണ്. അതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. യദ്ഊ ഇലൽ ജന്നഹ്, ദാൽ ഖൽഖല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. അയിനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2-4 കൊണ്ട് നീട്ടി പാരായണം ചെയ്യുക കേട്ടോ. ലാം ഖൽഖല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. മീമിനും നൂനിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വൽ മഗ്ഫിറതി ബിഇദ്നിഹി, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ഗൈനിൻ്റെ മഖ്റജ് വരുന്നത് അദ്നൽ ഹൽഖാണ്. തൊണ്ടയുടെ ആദ്യ ഭാഗം സൗണ്ടിന് ഗ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. അയിനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. വൽ മഗ്ഫിറ, അതുപോലെ ഓതുക കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ബിഇദ്നിഹി, ദാൽ ഖൽഖല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ ശ്വാസം കിട്ടാതെയൊക്കെ അവിടെ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വയുബയ്യിനു ആയാതിഹി, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. യാക്ക് ശ്രദ്ധ വന്നു. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ആയാതിഹി ലിന്നാസ്, ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കണം. യാഇൻ്റെ കൂടെ അലിഫ് സ്വഗൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഹ കൂടെ യാ ഉ സ്വഗൈറ വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, നൂനിന് ശ്രദ്ധ വന്നു. അക്ഷമൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലഅല്ലഹും യതദക്കറൂൻ, ദാൽ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. റോക്ക് വൊമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇനി നമ്മൾ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൊണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن. വയസ്അലൂനക, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. സീൻ ഖൽഖല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വയസ്അലൂനക നോതരുത്. വയസ്അലൂനക, അതുപോലെ ഓതുക കേട്ടോ. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടണം. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കും ചെയ്യുക. അനിൽ മഹീദ്, അയിനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാം ഖൽഖല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗം വസത്തുൽ ഹൽഖ് തന്നെയാണ് മഖ്റജ് വരുന്നത്. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. യാമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്, ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളുടെ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാദിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാദിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ കട്ടി കൂടിയ നാവിൻ്റെ സൈഡിൻ്റെ കട്ടി കൂടിയ ഭാഗവും അതിൻ്റെ നേരെ മുകളിൽ നിൽക്കുന്ന അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയും ചേർന്നിട്ടാണ് വാദ് പുറപ്പെടുന്നത്. അതിനെ ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കണം. വാദ് ഇസ്തിഅലാൻ്റെയും ഇർബാക്കിൻ്റെയും ലെറ്ററാണല്ലോ. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഖുൽ ഹുവ അദം ഫഅതസിലൂ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഉവ എന്നൊക്കെ ഓതുന്നവരുണ്ട്. ഹുവ തൊണ്ടയുടെ അവസാന ഭാഗത്ത് നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. ദാലിന് ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നു. തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കണം. അദൻ ഫഅതസിലു എന്ന് ഓതരുത്. അദൻ ഫഅതസിലു അതുപോലെ ഓതുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെക്കും ചെയ്യുക, മണിക്കും ചെയ്യുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. അയനിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. സ ഉച്ചരിക്കുമ്പോൾ അസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, ഒരു തേനീച്ചയുടെ മൂളൽ പോലെയുള്ളൊരു സൗണ്ട്, അതാണ് കൊടുക്കേണ്ടത്. ഫഅതസിലു സീനിൻ്റെ സൗണ്ട് ചിലരൊക്കെ ഒന്ന സമയത്ത് സീനിൻ്റെ സൗണ്ടായി കേൾക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ഫഅതസിലു നിസാഅ ഫിൽ മഹീദ്. നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്. അഖ്മൽ ഒന്ന് നന്നായിട്ട് മണിച്ചു കൊടുക്കുക. സീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുത്ത് പാരായണം ചെയ്യുക കേട്ടോ. ഫിൽ മഹീദ് ഫ കൂടെ വന്നിട്ടുള്ള മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. യാമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെയും തുബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ തുബാക്കിൻ്റെ ലെറ്റേഴ്സിന് കെസ്റയായാലും നമുക്ക് നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്വീം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വലാ തഖ്റബൂഹുന്ന ഹത്താ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഖൽഖല ലെറ്ററും കൂടിയാണ്. അപ്പോൾ സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫുള്ളായിട്ട് കേൾപ്പിക്കുക. തഖ്റബൂഹുന്ന ഹത്താ. ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ബ കൂടെ വാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിന് ശബ്ദ വന്നു. അഖ്മൽ ഉന്ന നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. വഹുന്ന ഹത്താ യതുഹുൻ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. താക്ക് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യതുഹുൻ പ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തുബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്വീം ചെയ്യുക. പിന്നെ ഖൽഖല ലെറ്ററും കൂടിയാണ്. അപ്പോൾ സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫുള്ളായിട്ട് കേൾപ്പിക്കുക കേട്ടോ. ഫുൾ സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. യത്ഹുർൻ റ സുക്കൂന് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്, ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നൂനിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.